കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് വിത്ത് ഷെറിനിലേക്ക് ഏവർക്കും സ്വാഗതം. പലതരത്തിലുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ പ്ലാറ്റ്ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത് ജാവ പ്രോഗ്രാമിംഗ് ആണ്. വളരെ പോപ്പുലറും ഓപ്പൺ സോഴ്സുമായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ജാവ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ബേസിക്കിൽ നിന്ന് തന്നെയാണ്. പിന്നീട് അഡ്വാൻസ് ഫ്രെയിംവർക്കുകളിലേക്ക് പോകുന്നതാണ്. ആദ്യം നമ്മുടെ കമ്പ്യൂട്ടറിനെ ജാവ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്രമീകരിക്കേണ്ടത് ആവശ്യമുണ്ട്. അതിനായി ജാവ ഡെവലപ്മെൻറ്റ് കിറ്റ് ആവശ്യമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജാവ ഡെവലപ്മെൻറ്റ് കിറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഞാൻ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് JDK ലേറ്റസ്റ്റ് വേർഷൻ എന്നുള്ളത് സെർച്ച് ചെയ്യാം. ഇവിടെ വന്നിരിക്കുന്നതിൽ ഫസ്റ്റ് ലിങ്ക് തന്നെ oracle.com ജാവയുടെ ഡൗൺലോഡ് ലിങ്കാണ്. നമ്മളത് തന്നെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇതിലായി നമുക്കിവിടെ ജാവ 19 എന്നുള്ളതും ജാവ 17 എന്നുള്ളതും കാണാം. അപ്പോൾ ഇവിടെ നോക്കാൻ നേരത്ത് ലേറ്റസ്റ്റ് വേർഷൻ ജാവ 19 ആണ്. പക്ഷേ നമ്മളിത് വായിച്ചു നോക്കുന്ന സമയത്ത് ജാവ 17 എന്നുള്ളതിന് ഒരു LTS എന്നുള്ള മാർക്കിംഗ് കാണാം. ജാവ 17 എന്നുള്ളത് ലോങ് ടേം സപ്പോർട്ടുള്ളതാണ്. ജാവ 19 എന്നുള്ളത് ഇപ്പോഴും ബിൽഡ് ചെയ്ത് വരുന്ന ഒരു ഇത് മാത്രമാണ്. അപ്പോൾ സാധാരണ രീതിയിൽ കമ്പനികൾ യൂസ് ചെയ്യുന്നത് LTS വേർഷനിലുള്ള JDK ആയിരിക്കും. അപ്പോൾ നമുക്കും അതേ രീതി ഫോളോ ചെയ്യാം. ഇവിടെ ജാവ 17 എന്നുള്ള ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിൻഡോസ് പ്ലാറ്റ്ഫോമാണ്. ഇതിൽ x64 ഇൻസ്റ്റാളർ വേർഷനാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ക്ലിക്ക് ചെയ്തു. ഇവിടെ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നതിൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇൻസ്റ്റലേഷൻ പാത്ത് കാണിച്ചിട്ടുണ്ട്. സിയിൽ പ്രോഗ്രാം ഫയൽസിൽ ജാവ എന്നുള്ളത് ഇത് ഡിഫോൾട്ട് പാത്താണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പാത്ത് തന്നെ വേണമെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ്. സി ഡ്രൈവിൽ സ്പേസ് കുറവാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു ഫോൾഡർ ഒരു ഡയറക്ടറി സെലക്ട് ചെയ്യുന്നതായിരിക്കും സേഫ്. ഞാനിവിടെ എന്തായാലും സി അല്ലാത്ത ഒരു ഡ്രൈവ് സെലക്ട് ചെയ്ത് അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഡ്രൈവ് നോക്കിയെടുക്കണം. ഞാനിവിടെ F എന്നുള്ള ഡ്രൈവിലായിട്ട് സോഫ്റ്റ്വെയർസിൽ ഞാനിവിടെ സി അല്ലാത്ത ഒരു ഡ്രൈവിൽ JDK എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് 17 എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് JDK 17 ആയതുകൊണ്ടാണ് 17 എന്നുള്ള ഒരു ഫോൾഡർ അഡീഷണൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആ ഒരു പാത്ത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഓക്കെയിൽ ക്ലിക്ക് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ വർക്കിംഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിനായി ഞാൻ വിൻഡോസ് കീ 6 പ്രസ് ചെയ്ത് റൺ വിൻഡോ എടുക്കുകയാണ്. അതിൽ CMD എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുകയാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിൻഡോസ് കീയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം CMD എന്നുള്ളത് സെർച്ച് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്താൽ മതി. ഇനി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന കമ്പൈലർ വേർഷൻ തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ചെക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ജാവ C -version എന്ന് ടൈപ്പ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത 7 വേർഷനാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ റൺ ടൈം എൻവയോൺമെൻറ്റും ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി ജാവ -version എന്ന് കൊടുത്തിരിക്കുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുകയാണ്. ഇവിടെ റൺ ടൈം എൻവയോൺമെൻറ്റും 17 ആയിട്ട് കാണാം. കമ്പൈലർ വേർഷനും റൺ ടൈം എൻവയോൺമെൻറ്റും സെയിം ആണെങ്കിലേ നമുക്ക് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി നമുക്കൊരു
ചെറിയ എക്സാമ്പിൾ വെച്ചിട്ട് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യിച്ച് നോക്കാം. അതിനായി ഞാനൊരു കസ്റ്റമൈസ് ചെയ്തൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ജാവ ക്ലാസ്സസ് എന്ന രീതിയിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തായി ന്യൂ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് എടുക്കുകയാണ്. ഇവിടെ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും .txt എന്നുള്ള ഒരു എക്സ്റ്റൻഷൻ കൂടി വന്നിട്ടുള്ളതായിട്ട്. ചില കമ്പ്യൂട്ടറുകളിൽ നോൺ എക്സ്റ്റൻഷൻസ് ഹൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫയൽ റീനെയിം ചെയ്താലും ഫയൽ നെയിം അതിൻ്റെ കൂടി ആ ഒരു .txt എപ്പോഴും നിൽക്കുന്നതായിട്ട് കാണാം. അത് വിസിബിൾ ആയിരിക്കത്തില്ല, ഹിഡൻ ആയിട്ടായിരിക്കും കാണുന്നത്. അത് ഒഴിവാക്കാനായിട്ട് നല്ല രീതി നമ്മൾ വ്യൂവിൽ ചെന്ന് ഇവിടെ ഷോയിൽ ഫയൽ നെയിം ആൻഡ് എക്സ്റ്റൻഷൻ എന്നുള്ള ടിക്ക് ചെയ്യുക. ഇപ്പോൾ അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥ നോക്കുക. ഇവിടെ എക്സ്റ്റൻഷൻസ് വിസിബിൾ അല്ല, പക്ഷേ ഇത് .txt ആണ്. അപ്പോൾ നമ്മളായിട്ട് എന്തെങ്കിലും എക്സ്റ്റൻഷൻ കൊടുത്താൽ തന്നെ ആ എക്സ്റ്റൻഷൻ്റെ കൂടെ ഈ .txt ഹൈഡായിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തന്നെ വ്യൂവിൽ ഷോയിൽ ഫയൽ നെയിം എക്സ്റ്റൻഷൻ എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഫയലിനെ ഒന്ന് റീനെയിം ചെയ്യാം. ഫസ്റ്റ് പ്രോഗ്രാം ആയതുകൊണ്ട് ഞാനിതിനെ എക്സാമ്പിൾ _1.java എന്നുള്ള പേരിൽ കൊടുക്കുകയാണ്. എക്സാമ്പിൾ 1.java എന്നുള്ള പേരിൽ ഇതിനെ സേവ് ചെയ്യാണ്. ഇനി ഇത് നമുക്ക് സാധാരണ നോട്ട് പാഡിൽ തന്നെ ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ വിത്ത് സാധാരണ നോട്ട് പാഡ് എടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നോട്ട് പാഡ് ഓപ്പൺ ചെയ്ത ശേഷം അതിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താലും മതി. ഇനി ഇവിടെ ഞാൻ ഫയലിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് example1 ആണ്. സെയിം തന്നെ ഇവിടുത്തെ ക്ലാസ്സിനും കൊടുക്കുകയാണ്. ക്ലാസ് എഴുതിയിരിക്കുന്നതെല്ലാം സ്മോൾ ലെറ്റർ ആണ്. ഫയലിൻ്റെ പേര് തന്നെ ക്ലാസ്സിനും കൊടുക്കുകയാണ്, example_1. ഇതിനകത്തായിട്ട് മെയിൻ മെത്തേഡ് എഴുതുകയാണ്. ഇവിടെ ഫംഗ്ഷൻ തന്നെയാണ് മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഫംഗ്ഷൻ എന്ന് ജാവയിൽ സാധാരണ പറയാറില്ല, മെത്തേഡ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യാറുള്ളത്. അവിടെ പബ്ലിക് സ്റ്റാറ്റിക് void main. ഇതിന് പാരാമീറ്റർ ആയിട്ട് സ്ട്രിംഗ് സ്പേസ് സ്ക്വയർ ബ്രാക്കറ്റ് ആർക്സ് പാരാമീറ്ററും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എഡിറ്റേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ജാവയിൽ സിമ്പിളായിട്ടുള്ള ഏത് ടെക്സ്റ്റ് എഡിറ്ററും യൂസ് ചെയ്യാവുന്നതാണ്. അത് നോട്ട് പാഡ് ആകാം, ഇല്ലെങ്കിൽ വേർഡ് പാഡ് ആകാം, അതുപോലെ മറ്റുള്ള ഏതെങ്കിലും ഒരു എഡിറ്റർ ആകാം. പക്ഷേ ഒരിക്കലും മൈക്രോസോഫ്റ്റ് വേർഡ് പോലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എഡിറ്ററുകൾ യൂസ് ചെയ്യരുത്. അത് സേവ് ചെയ്യുന്ന രീതി നോർമൽ ടെക്സ്റ്റ് ആയിട്ടായിരിക്കത്തില്ല. അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യരുതെന്ന് പറയുന്നത്. ഒരു ജാവ പ്രോഗ്രാം എഴുതണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ക്ലാസ് കമ്പൽസറി ആണ്. ദെൻ എൻട്രി പോയിന്റ് ആയിട്ടുള്ള മെയിനും കമ്പൽസറി ആണ്. ക്ലാസ്സിന് ഔട്ട്സൈഡ് ആയിട്ട് സാധാരണ ഇതിൽ പ്രോഗ്രാം എഴുതാനായിട്ട് ജാവ സമ്മതിക്കാറില്ല. മെയിൻ എന്നുള്ളത് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് ആയിരിക്കണം. ഒരു സ്ട്രിംഗ് അറേ എന്നുള്ളത് ആർഗ്യുമെൻ്റ് ആയിട്ടും വരണം. ഇത് എപ്പോഴും കമ്പൽസറി ആയിട്ടുള്ള പോർഷനാണ്. ഇനി ഇതിനകത്തായിട്ട് എന്തെങ്കിലും ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ system.out.println യൂസ് ചെയ്തിട്ട് ഒരു വെൽക്കം മെസ്സേജ് പ്രിൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വെൽക്കം മെസ്സേജ് ഇത് സ്ട്രിംഗ് ആയതുകൊണ്ട് തന്നെ ഡബിൾ കോട്ട്സിൽ കൊടുക്കാം. വെൽക്കം ടു ജാവ എന്ന് കൊടുക്കുകയാണ്. സേവ് ചെയ്തു. ഇനി ഇതിനെ നമുക്ക് ഒന്ന് കമ്പൈൽ ചെയ്ത് ബൈറ്റ് കോഡ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ജാവ ബൈറ്റ് കോഡ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മളുടെ ഫോൾഡറിൽ ഇപ്പോൾ നമുക്ക് കാണാം നമ്മളുടെ സോഴ്സ് ഫയൽ അവിടെ സേവ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. കമാൻഡ് പ്രോംപ്റ്റ് ഈ സെയിം ഫോൾഡറിൽ ഓപ്പൺ ചെയ്യാൻ ഏറ്റവും എളുപ്പ വഴി ഇതിൻ്റെ തന്നെ പാത്തിൽ, വിൻഡോസിൽ പാത്തിൽ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം CMD ടൈപ്പ് ചെയ്ത് കൊടുത്ത് എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെയിം പാത്ത് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന കമാൻഡ് പ്രോംപ്റ്റ് എന്നുള്ളത് ഈ ഡ്രൈവിൽ തന്നെയാണ്, ഈ ഒരു ഫോൾഡറിൽ തന്നെയാണ് നമ്മളിത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ
ജാവ കമ്പൈലറിനെ യൂസ് ചെയ്യുക. ദെൻ നമ്മളുടെ ഫയലിൻ്റെ പേര് അവിടെ കൊടുക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. പ്രോഗ്രാം സക്സസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അഡീഷണൽ മെസ്സേജസ് ഒന്നും കാണത്തില്ല. എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എറർ മെസ്സേജസും വാർണിങ്ങുകളും ആ പ്രോംപ്റ്റിൽ തന്നെ എഴുതി കാണിക്കുന്നതാണ്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇതാണ് ഇതിൻ്റെ ബൈറ്റ് കോഡ്. ഡോട്ട് ക്ലാസ് എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ ക്ലാസ്സിൻ്റെ പേര് ഏതാണോ ആ ഒരു പേര് ഡോട്ട് ക്ലാസ് എന്ന രീതിയിലായിരിക്കും ഈ ഫയൽ ക്രിയേറ്റ് ആവുന്നത്. ഈ ഫയൽ റീഡ് ചെയ്യാൻ നോക്കിയാൽ നമുക്കൊരു റീഡബിൾ ഫോർമാറ്റ് ആവത്തില്ല, ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലല്ല, കാരണം അത് ബൈറ്റ് കോഡാണ്. സോ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഒക്കെ വരണമെങ്കിൽ നമുക്ക് സോഴ്സ് കോഡ് തന്നെ മോഡിഫൈ ചെയ്യേണ്ടി വരും. ഇനി ഇതിനൊന്ന് റൺ ചെയ്യിച്ച് നോക്കാം. റൺ ചെയ്യിക്കാനായിട്ട് ചെയ്യേണ്ടത് ജാവ കമാൻഡ് യൂസ് ചെയ്യുക. അവിടെ നമ്മളുടെ എക്സാമ്പിൾ 1 എന്നുള്ളത് കൊടുക്കുക. നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബൈറ്റ് കോഡ് ഫയലിൻ്റെ പേരാണ് കൊടുക്കുന്നത്. അതിൽ ഡോട്ട് ക്ലാസ് എന്ന എക്സ്റ്റൻഷൻ കൊടുക്കാൻ പാടില്ല. ജാവ സ്പേസ് എക്സാമ്പിൾ 1 എന്ന് കൊടുത്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യാണ്. ഇപ്പം നമ്മളോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ജാവ എന്നുള്ള ഔട്ട്പുട്ട് കാണാൻ പറ്റുന്നതാണ്. ഞാൻ ഇതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അഡീഷണൽ ഒരു മെസ്സേജ് കൂടി കൊടുക്കാൻ ഇവിടെ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ രണ്ടും പ്രിൻറ്റിംഗ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. സെക്കൻഡിന് ഞാൻ ജസ്റ്റ് ഹലോ വേൾഡ് എന്നുകൂടി എഴുതി കൊടുക്കുകയാണ്. വീണ്ടും കമ്പൈൽ ചെയ്യുകയാണ്. സേവ് ചെയ്തതിന് ശേഷമാണ് കമ്പൈൽ ചെയ്യുന്നത്. ഔട്ട്പുട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും 2 ലൈനായിട്ട് ഇരിക്കുന്നത് കാണാം. ഇവിടെ ഈ പ്രിൻ്റ്ലൻ എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്നത് രണ്ടും 2 ലൈനിലായിട്ട് കാണുന്നത്. പ്രിൻ്റ്ലൻ എന്നുള്ളത് ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. വെൽക്കം ടു ജാവ കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ന്യൂ ലൈൻ ഈ പറഞ്ഞിരിക്കുന്ന ln ഫീഡ് ചെയ്യും. സോ ഇവിടെ ln ഇല്ലാതെ പ്രിൻ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിന് ശേഷം ന്യൂ ലൈൻ ഫീഡ് ചെയ്യത്തില്ല. സോ വെൽക്കം ടു ജാവ ഹലോ വേൾഡ് എന്നുള്ളത് ഒറ്റ ലൈനിലായിട്ടായിരിക്കും കാണുന്നത്. ഞാനിത് ln എന്ന് ഡിലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും കമ്പൈൽ ചെയ്ത് റൺ ചെയ്യുകയാണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സിംഗിൾ ലൈനിലായിട്ട് കാണാൻ പറ്റും. ഇനി പ്രിൻ്റലിനെ യൂസ് ചെയ്യാതെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ജാവ കഴിഞ്ഞോ സ്ലാഷിന് യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഹെലോയ്ക്ക് മുമ്പായിട്ട് ഒരു സ്ലാഷിന് യൂസ് ചെയ്തോ ഇതിനെ 2 ലൈനിലേക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. നമ്മൾ എത്ര സ്ലാഷിന് കൊടുക്കുന്നു അത് സ്പെഷ്യൽ ക്യാരക്ടറാണ്, അത്രയും ന്യൂ ലൈൻസ് അവിടെ ഫീഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു സ്പെഷ്യൽ ക്യാരക്ടറാണ് /t. ടാബ് സ്പേസ് ആണ് വരുന്നത്. ഇപ്പോൾ ഹലോയ്ക്ക് മുമ്പായിട്ട് ഞാൻ ഒരു /t കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ കമ്പൈലിന് ശേഷം റൺ ചെയ്യിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടാബ് സ്പേസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. സോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ ചെയ്തു നോക്കിയത്. നമുക്കിതിൻ്റെ കൂടെ തന്നെ കുറച്ച് റൂൾസും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനായിട്ട്. അതിലൊരു കേസാണ് പാസ്കൽ കേസ്. പാസ്കൽ കേസ് നമ്മൾ എഴുതിയിരിക്കുന്ന രീതി നോക്കുക. പിയും സിയും, അതായത് സ്റ്റാർട്ടിംഗ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിട്ട് അവിടെ കാണാൻ പറ്റും. പാസ്കൽ കേസിൽ ജാവയിൽ എഴുതാറുള്ളത് ക്ലാസസും ഇൻ്റർഫേസസുമാണ്. ദെൻ ക്യാമൽ കേസിൽ വരുന്നത്, ക്യാമൽ കേസിൻ്റെ പ്രത്യേകത സ്റ്റാർട്ടിംഗ് വേർഡിൻ്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ സ്മോൾ ലെറ്റർ ആണ്, പക്ഷെ പിന്നീട് വരുന്ന ഓരോ വേർഡിൻ്റെയും സ്റ്റാർട്ടിംഗ് ലെറ്റർ ക്യാപിറ്റലായിരിക്കും. സാധാരണ രീതിയിലായി വേരിയബിൾസും മെത്തേഡ്സും ആണ് ജാവയിൽ ഇങ്ങനെ എഴുതാറുള്ളത്. അടുത്ത ലോവർ കേസ്, എല്ലാ ലെറ്ററും സ്മോൾ ലെറ്റർ വരുന്നത്. അത് പാക്കേജസും കീവേഡ്സുമാണ് ലോവർ കേസിൽ കാണാറുള്ളത്. അപ്പർ കേസ്, കോൺസ്റ്റൻസ് മാത്രമാണ് അപ്പർ കേസിൽ കാണാറുള്ളത്. ഐഡൻറ്റിഫയർ ഡിക്ലെയർസിൻ്റെ റൂള്, നമുക്ക് ആൽഫ ന്യൂമറിക് ആയിട്ടുള്ള ഏത് ക്യാരക്ടേഴ്സ് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിനോ അല്ലെങ്കിൽ ഐഡൻറ്റിഫയറിന് യൂസ് ചെയ്യാം. ആൽഫ ക്യാരക്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റലോ സ്മോൾ ആയിട്ടുള്ള A to Z ആയിട്ടുള്ള ഏത് ലെറ്ററാണ് ഉദ്ദേശിക്കുന്നത്. ന്യൂമറിക് എന്നുള്ളത് 0 to 9 ആയിട്ടുള്ള ഏത് നമ്പേഴ്സും. പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്പർ വെച്ച് അല്ലെങ്കിൽ ന്യൂമറിക് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടില്ല. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും സാധാരണ രീതിയിൽ അലൗഡ് അല്ല. പക്ഷേ ഡോളറോ അണ്ടർസ്കോറോ ആയിട്ടുള്ള സ്പെഷ്യൽ ക്യാരക്ടർ നമുക്ക് യൂസ് ചെയ്യാം. അല്ലാതെ നമുക്ക് ധാരാളം സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കീബോർഡിൽ കാണാവുന്നതാണ്. ഹൈഫണോ ഡിവൈഡ് ബൈ സിമ്പിളോ ആസ്ട്രിക് സിമ്പിളോ ഇതൊന്നും നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഇല്ല.
സ്പേസ് ഇതൊന്നും നമുക്ക് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അതുപോലെ തന്നെ ഓൾറെഡി യൂസ് ചെയ്തിരിക്കുന്ന കീവേഡ്സുകൾ അത് നമുക്ക് വീണ്ടും അതൊരു വേരിയബിളിൻ്റെ പേരായിട്ട് അല്ലെങ്കിൽ അതേ പേരിൽ നമുക്ക് പുതിയൊരു ഐഡൻറ്റിഫയറെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇവിടെ ഈ പ്രോഗ്രാമിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലാസ്സിൻ്റെ പേര് ഞാൻ പാസ്കൽ കേസിലാണ് കൊടുത്തിരിക്കുന്നത്, സ്റ്റാർട്ടിംഗ് ലെറ്റർ ക്യാപിറ്റലായിട്ട്. ഇവിടെ പബ്ലിക്, സ്റ്റാറ്റിക്, ക്ലാസ്, വോയിഡ് എന്നുള്ളതൊക്കെ സ്മോൾ ലെറ്റർ ആയിട്ട് കാണാം. അതൊക്കെ കീവേഡ്സ് ആയതുകൊണ്ടാണ്. മെയിൻ എന്നുള്ളത് മെത്തേഡാണ്. മെയിൻ എന്നൊരു സിംഗിൾ വേർഡ് ആയതുകൊണ്ട് തന്നെ അതും അവിടെ ലോവർ കേസ് ക്യാമൽ കേസാണ് ഫോളോ ചെയ്യേണ്ടത്. സെക്കൻഡ് വേർഡ് ഇല്ലാത്തതുകൊണ്ട് അതും കറക്റ്റാണ്. സ്ട്രിങ് എന്നുള്ളത് ക്ലാസ് ആണ്. ആർക്സ് എന്നുള്ള ഒരു വേരിയബിൾ മാത്രമാണ്. സിസ്റ്റം ക്ലാസ് നെയിമാണ്. ഔട്ടും പ്രിൻ്റൊക്കെ ഒരു മെത്തേഡാണ്. ഇവിടെ പ്രിൻ്റിൽ എന്നുള്ളത് നമ്മൾ രണ്ട് വേർഡായിട്ട് തോന്നുമെങ്കിലും ജാവ ഇത് കൺസിഡർ ചെയ്യുന്നത് സിംഗിൾ വേർഡായിട്ടാണ്. അതുകൊണ്ടാണ് പ്രിൻ്റിൽ എന്നുള്ളത് സിംഗിൾ ലോവർ കേസിൽ അല്ലെങ്കിൽ സ്മോൾ ലെറ്ററിലേക്ക് പോയിരിക്കുന്നത്. ക്യാമൽ കേസിൻ്റെ റൂൾ അനുസരിച്ച് സെക്കൻഡ് വേർഡ് ആണെന്നുണ്ടെങ്കിലാണ് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാകേണ്ടത്. ഇവിടെ പ്രിൻ്റിൽ എന്നുള്ളത് സിംഗിൾ വേർഡായിട്ടാണ് ജാവ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം പറഞ്ഞ സമയത്ത് പറഞ്ഞായിരുന്നു നമ്മളുടെ ക്ലാസ്സിൻ്റെ പേരിൽ തന്നെയാണ് ഫയൽ സേവ് ചെയ്തിരിക്കുന്നത്. ഇനി ക്ലാസ് നെയിം അല്ലാതെ വേറൊരു പേരിൽ നമുക്ക് ഫയൽ സേവ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒന്നിലധികം ക്ലാസ്സുകൾ ഒരേ ഫയലിൽ പോസിബിൾ ആണോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിന് നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയുക. ഇത്തരം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് വെച്ചിട്ട് നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രോഗ്രാമിംഗ് മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക് യു.